പ്രചാരണത്തിന്റെ ആദ്യ നാൾ മുതൽ തന്നെ കടലോളം ആവേശമുള്ള വടകര ലോക്സഭാ മണ്ഡലം. എന്തു സംഭവിക്കുമെന്ന് കേരളം ഉറ്റുനോക്കുന്ന വടകരയിൽ എന്തായിട്ടുണ്ടാവും നിലവിൽ കാര്യങ്ങൾ? വാ, വടകരയിലേക്ക് വരും. ഷാഫി പറമ്പിൽ UDF സ്ഥാനാർത്ഥി നമുക്കൊപ്പം ഉണ്ട്. ഷാഫിക്ക് നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് പ്രചാരണം ഇപ്പോൾ അവസാന ലാപ്പില്? അത് നിങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ്. ഞങ്ങളിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ വടകരയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് തന്നൊരു സപ്പോർട്ടുണ്ട്. അത് ഒരു ബ്ലൂപ്പറോ അല്ലെങ്കിൽ ഒരു വൺ ടൈം ഏർപ്പാടായിരുന്നില്ല. അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള റെസ്പോൺസ് ഞങ്ങൾക്ക് ഓരോ തലത്തിലും കിട്ടി. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒട്ടും അഹങ്കാരമില്ലാത്ത ആത്മവിശ്വാസം ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. വന്ന സമയത്ത് ഷാഫി വടകരയിലൊരു വരത്തനായിരുന്നു. ഇപ്പൊ ഒരു വടകരക്കാരനായി മാറിയിട്ടുണ്ടോ? ഞാൻ അല്ലെങ്കിലും വടകരയുടെ പുയ്യാപ്പിളയാണല്ലോ. രണ്ട് സർക്കാരുകളുടെയും ജനവിരുദ്ധത, പെൻഷനും ഇല്ല, ശമ്പളവും ഇല്ല, ക്ഷേമനിധികളും ഇല്ല, ലംസം ഗ്രാൻഡും ഇല്ല, RC ബുക്കും ഇല്ല. അപ്പുറത്താണെങ്കിൽ 40 രൂപക്ക് പെട്രോളും ഇല്ല, ഡീസലും ഇല്ല, 400 രൂപക്ക് ഗ്യാസും ഇല്ല, സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ല. അപ്പോൾ അതൊക്കെ ജനങ്ങളെ നോട്ട് ചെയ്യുന്നുണ്ട്. അക്രമ രാഷ്ട്രീയത്തിനെതിരെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവണം. അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വിജയത്വം ഉണ്ടാവും. ഞങ്ങൾ കംഫർട്ടബിളായിട്ട് വടകര ജയിക്കും. ഉള്ള കാര്യം ജനങ്ങളോട് പറഞ്ഞേക്കും, ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞേക്കും. കിട്ടുന്ന വോട്ട് കൊണ്ട് തന്നെ വടകര ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം. ആവേശമുണ്ട്. രാത്രിയിലും വഴിനീളെ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പം ഈ ആവേശമൊക്കെ പോളിംഗ് ബൂത്തിൽ ഉണ്ടാവും. എങ്ങനെയാണ് ഇപ്പൊ ടീച്ചർക്ക് എന്താണ് അവസാന ലാഭം തോന്നുന്നത്? തീർച്ചയായിട്ടും അതില് ഈ ആവേശം വോട്ടായിട്ട് മാറുന്നില്ല തന്നെയാണ്. കാരണം ആവേശം എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്നേഹപ്രകടനമാണ്. ഈ സൈബർ ബുള്ളിങ് ഒക്കെ അല്ല, അത് ഞാനങ്ങനെ ഒരു ആരോപണം കേട്ട അപ്പാട് ദുർബലയായി പോകുന്ന ആളൊന്നുമല്ല. അതിൻ്റെ ഒരു തെറ്റ് ജനങ്ങളെ ശരി ഓക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. ഇതിനിടയിലാണ് ഈ പാനൂര് ബോംബ് സ്ഫോടനം ഉണ്ടാവുന്നത്. നിങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അത് കഴിഞ്ഞു. ഇതെല്ലാം ഇനി ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയ്യോ എവിടെ? അതെല്ലാം പ്രാദേശികമായിട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ, അതിൻ്റെ കുറ്റവാളികളെ ശിക്ഷിക്കും, അത് നടപടിയെടുക്കും. അത് ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ അതൊന്നുമല്ല. അതിനേക്കാൾ വലിയ വിഷയങ്ങളാണ് ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അത് ചർച്ച ചെയ്യുകയാണ്. ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി വടകരയുടെ ശബ്ദമായി എൻ്റെ ശബ്ദം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉയരും. അത് ഈ രാജ്യത്തെ നമ്മുടെ മണ്ഡലത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അവർ വലിയ പിന്തുണ നൽകുമെന്ന് ഞാൻ പറയുന്നത്. ഒരു ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം 1.5 ലക്ഷം കവിയും. അവസാന ലാപ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ. എങ്ങനെയുണ്ട് അവസാന ആവേശം? എങ്ങനെയുണ്ട്? വടകരക്കാരെന്ത് പറയുന്നു? വലിയ ആവേശത്തിലാണ്. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഈ തവണ അട്ടിമറി വിജയമുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇരു മുന്നണികൾക്കുമെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഏറ്റവും മോശം മണ്ഡലമാണിത്. അവഗണനകൾ മാത്രമാണ് ഈ വടകരക്കാർക്ക് പറയാനുള്ളത്. അതിനുള്ള പാഠം പഠിപ്പിക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് വടകരയുടെ വോട്ടർമാർ. പ്രത്യേകിച്ച് വടകരക്കാരനായ എനിക്ക് വടകരയുടെ പ്രയാസങ്ങളെ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ വടകരക്കാരൻ തന്നെ ജയിച്ചു വരണമെന്ന് വടകരക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.